പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ചുറ്റുമതിൽ നിലംപൊത്താറായത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. 18ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴിയിലാണ് മതിൽ അപകട ഭീഷണി ഉയർത്തുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 18ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഏക വഴിയാണിത്. ജീവൻ പണയം വെച്ചാണ് ഇപ്പോൾ നാട്ടുകാർ ഇതുവഴി സഞ്ചരിക്കുന്നത്. ഇവിടെയുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രദേശത്തിന്റെ ചുറ്റുമതിൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇതാണ് നാട്ടുകാരിൽ ആശങ്ക ഉയർത്തുന്നത്. തട്ടാവഴി പടിഞ്ഞാറ് ചിറക്കുളങ്ങര കാവിനും ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്ലാന്റിനും മധ്യയാണ് ഈ വഴിയുള്ളത്. 5 വർഷത്തിന് മുമ്പ് പ്ലാന്റുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലത്ത് മതിൽ ഇടിഞ്ഞു വീണിരുന്നു. വിദ്യാർത്ഥികളായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ അപകടം പതിയിരിക്കുന്നത്. നടപ്പാതയുടെ സൈഡിലായുള്ള മതിൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന രീതിയിൽ ശോച്യാവസ്ഥയിലാണ്. തേവലക്കരയിലെ സ്കൂളിൽ ഷോക്ക് അപകടം ഉണ്ടായതിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ ഭീതി വർദ്ധിക്കുകയാണ്. പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടും ഇപ്പോഴുണ്ട്. രോഗികളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അസുഖം വന്നാൽ ആംബുലൻസ് വരെ കടന്നു വരേണ്ട വഴിയാണിത്. 10 വർഷത്തിലധികമായി റോഡ് ഇത്തരത്തിൽ ശോച്യാവസ്ഥയിലാണ്. ബന്ധപ്പെട്ട അധികൃതരുടെ യാതൊരു ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം ഇവിടുത്തെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുവാൻ ശ്രമം നടത്തുകയാണെന്നും വാർഡ് മെമ്പർ ആശ രാജീവ് പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.